നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അജ്മാൻ കൾച്ചറൽ സെന്ററിന്റെ മുന്നിലാണ്. ഇവിടെ ഇന്നൊരു ഓണാഘോഷ പരിപാടി നടക്കുകയായിരുന്നു, എലൈറ്റ് ഗ്രൂപ്പിന്റെ അതിൽ എന്റെ കൂടെ ഇപ്പോഴുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട റാന്നി MLA പ്രമോദ് നാരായണൻ. നമസ്കാരം. സമകാലിക രാഷ്ട്രീയ മുഖത്തിന്റെ വേറിട്ടൊരു മുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ മികച്ചൊരു വാഗ്മി. അദ്ദേഹത്തെ ഞാൻ ഇവിടെ വെച്ച് മാത്രമല്ല, നമ്മുടെ ഇപ്പൊ അറിയാം എല്ലാവർക്കും അറിയാം, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം എത്രത്തോളം സാഹിത്യത്തില് പരിജ്ഞാനം ഉണ്ടെന്നുള്ളതും അതുപോലെ നല്ലൊരു വാഗ്മി കൂടിയാണെന്ന് അവിടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് സാറ് ഓണാഘോഷ പരിപാടികൾ? നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ നാട്ടിലെ ഓണത്തെക്കാൾ ഒരുപക്ഷെ ഓണത്തിൻ്റെ മുഴുവൻ അതിൻ്റെ സത്തയും പിഴിഞ്ഞെടുത്ത് അതിങ്ങനെ വളരെയധികം ഏറ്റവും ഹൃദയഹാരിയായി മാറ്റുന്ന ഓണാഘോഷം ഒരുപക്ഷെ പ്രവാസിയുടെ. കാരണം നാടുമായി വിട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭാഷ, ഇളനീര് പോലെ ഒഴുകുന്ന മധുര മലയാളം, അതിൻ്റെ ഇമ്പം, അതുമായി ബന്ധപ്പെട്ട ഉത്സവ ഛായകൾ അതെല്ലാം പ്രതിഷ്ഠിക്കുന്നതിലൂടെ ആ കാലത്തേക്ക്, നാട്ടിലേക്ക്, ആ ഭാഷയിലേക്ക്, ഓർമ്മകളിലേക്കൊക്കെ പോകാനുള്ള ശ്രമമാണ് പ്രവാസി നടത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഓണാഘോഷങ്ങൾക്ക് വലിയ നിറപ്പകിട്ടുണ്ട്, അർത്ഥമുണ്ട്. യഥാർത്ഥം അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്നത് ഞങ്ങളുടെയൊക്കെയും ഉത്തരവാദിത്തമാണ്, സൗഭാഗ്യവുമാണ്. സത്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇവിടെ വരുമ്പോഴാണ് ഓണം എത്രത്തോളം വിപുലമാണെന്ന് നമുക്ക് മനസ്സിലാവും. നാട്ടിലെ സാധാരണ ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഓണം അവസാനിപ്പിക്കും. പ്രവാസി മലയാളികൾ മാസങ്ങളോ അടുത്ത ക്രിസ്മസ് വരെ ഞങ്ങൾക്ക് ഇവിടെ ഓണത്തിന്റെ മാറ്റിൽ നിൽക്കുകയാണ്. പഴമയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഓണാഘോഷമാണ് നമ്മളിവിടെ പ്രവാസ ലോകത്ത്. നാട് വിട്ടുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിനാണ് അത്രയും അധികം നാടിനോടുള്ളൊരു ദാഹം. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ ചലനങ്ങളെയും ഒരുപക്ഷെ നാട്ടിൽ ജീവിക്കുന്നവരെക്കാൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത്, പ്രതികരിക്കുന്നത് ആ നാടിനെ മുഴുവൻ. ഇന്ന് തന്നെ നമ്മൾ എലൈറ്റിന്റെ ഓണാഘോഷത്തിൽ കണ്ടത് കേരളത്തെയും ഓണത്തെയും ഒന്ന് വീണ്ടും ഇവിടെ ഒന്ന് ആവിഷ്കരിക്കാനുള്ള ശ്രമമാണ്. അത്തരം ഒരു വലിയ ഒരു സാംസ്കാരിക ആഖ്യാനമായിട്ട് ഇവിടുത്തെ ഓണം മാറി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതെ, പ്രവാസ ലോകമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഉറ്റവരെയും ഉടയവരെയും സ്വന്തം നാടും മണ്ണും എല്ലാം വിട്ടിട്ട് ഒരു ഏകാന്ത ജീവിതം സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു തപസ്സിന് വരുന്നവരാണ് ഓരോ പ്രവാസികളും. തിരഞ്ഞെടുത്തതോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരു മെച്ചപ്പെട്ട ജീവിത രീതിക്ക് വേണ്ടിയിട്ട് അവർ തന്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വപ്നങ്ങളുടെ മാറാപ്പും പേറി എത്തുന്നവരാണ് ഓരോ പ്രവാസിയും. അവനിവിടെ തനിച്ചാണ്, സാഹിത്യം പറയുന്നുണ്ട് എന്നെക്കാൾ. അവര് ഒരുപാട് ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലാണ് അവരിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആഘോഷിക്കാനായിട്ട് ഇവിടുത്തെ ഓരോ ഓണം മാത്രമല്ല, ഒരു ഇനിയിപ്പം റമദാൻ മാസം ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഘോഷ രാവുകളാണ് റമദാൻ. അതുപോലെ ക്രിസ്മസ്, ന്യൂ ഇയർ, എല്ലാ ആഘോഷങ്ങളും പ്രവാസികൾക്ക് എന്ത് ആഘോഷവും വലിയ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഇതിന്റെ ആഘോഷത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടു, നമ്മുടെ ഷാർജ 43ാമത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സാറിന്റെ അഭിപ്രായം? വലിയ അത്ഭുതമാണ്. കാരണം ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്, വായനയെ സ്നേഹിക്കുന്ന ആളാണ്, വാക്കുകളോട് പ്രണയം, അഭിനിവേശം സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു പുസ്തകോത്സവം എന്ന് പറയുമ്പോൾ സാധാരണ നാട്ടിലൊക്കെ നടക്കുന്ന പുസ്തകോത്സവങ്ങൾ മലയാളം മാത്രമാണ്. പക്ഷെ ഇന്നലെ വന്നപ്പോ ഈ വാക്കുകളുടെ ചിറകിലേറി ഭൂമിയുടെ കുറുകെ പറക്കുക എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിങ്ങനെ ഭൂമിയുടെ കുറുകെ പറക്കുന്ന ഒരു അനുഭൂതിയാണ്, അല്ലെങ്കിൽ ഒരു ആനന്ദമാണ് മനസ്സിലായത്. ഒരു വശത്ത് മലയാളത്തിലെ പ്രസാധകരെല്ലാം നമ്മൾ ഇന്നലെ അവിടെ വെച്ചാണല്ലോ കണ്ടത്, ലിപിയുടെ. പക്ഷെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട അറേബ്യൻ, അതുപോലെ തന്നെ മൊറോക്കൻ സാഹിത്യങ്ങൾ, അന്നത്തെ രചനകൾ, അന്നത്തെ കണ്ടുപിടുത്തങ്ങൾ, അന്നത്തെ മനുഷ്യന്റെ കൗതുകങ്ങൾ, അങ്ങനെ പുരാതനമായ നമുക്കറിയാത്തൊരു ഭാഷയിലാണ്. പക്ഷെ ആ ഭാഷ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിൻ്റെ ട്രാൻസ്ലേഷനിലുൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള സംസ്കാരം, ആളുകളുടെ ജീവിത വീക്ഷണം, അവരുടെ സൗന്ദര്യ ബോധം, അവരനുഭവിച്ച സങ്കടങ്ങൾ, അവരേറ്റ ക്ഷതങ്ങൾ, അതെല്ലാം യഥാർത്ഥ ലോകത്തുള്ള എന്ത് നശിച്ചു പോയാലും പുസ്തകങ്ങൾ നിലനിന്നാൽ ചരിത്രമുണ്ടാകും, മാനവരാശി ഇതുവരെ താണ്ടിയ ദൂരങ്ങൾ ഉണ്ടാകും. അത് മുഴുവൻ ഒരു കുടക്കീഴിൽ കാണുമ്പോൾ ഒരു ലോക സഞ്ചാരം നടത്തിയതിൻ്റെ ഒരു അനുഭവമാണ്. അതിൻ്റെ വലിയ തലമാണ്. നമുക്കിങ്ങനെ ഒരു ജന്മത്തിൽ തന്നെ പല ജന്മങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന വായനയിൽ മാത്രമാണ് അല്ലേ. ഒരു പുസ്തകം വായിക്കുമ്പോൾ, പുസ്തകം എഴുതുന്നതാണല്ലോ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ. ഒരു പുസ്തകം എഴുതുമ്പോൾ നിങ്ങൾക്ക് പൂവാകാം, മഴയാകാം, മാനാകാം. വായനക്കാരനും എഴുത്തുകാരനും ഒക്കെ അവരുടെ ഉള്ളിലുള്ള അതിനപ്പുറത്ത് വേറൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കുകയാണ്.
അങ്ങനെ ഒരു സഞ്ചാരിയാകാൻ കഴിയുന്നു എന്നതാണ് വേറൊരു പുസ്തകോത്സവത്തിലും ഇല്ലാത്തവണ്ണം കഴിയുന്നു എന്നതാണ് ഷാർജ പുസ്തകോത്സവത്തിന്റെ മഹിമയും സൗന്ദര്യവും ഉജ്ജ്വലമായ കാന്തിയും എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, തീർച്ചയായും അക്ഷരങ്ങൾ എന്ന് പറയുന്നത് തന്നെ വെളിച്ചമാണ് അല്ലെ, അജ്ഞതയെ മാറ്റുന്ന പ്രകാശമാണ് അക്ഷരങ്ങളെ മാറ്റുന്നതാണ്. അതെ, ശരത്തെ മാറ്റി നമ്മൾക്ക് ജ്ഞാനത്തെ പകരുന്നതാണ് അക്ഷരം. അപ്പൊ ഒരുപാട് പേർക്ക് പ്രയോജനമാവുന്നുണ്ട് ഈ ഷാർജ ബുക്ക് ഫെയർ. ഇപ്പം നമ്മൾക്കറിയാം ഈ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുന്നതുകൊണ്ട് ഒരുപാട് എഴുത്തുകാർ, പുതിയ എഴുത്തുകാർ വരുന്നുണ്ട്. സന്ധ്യ തന്നെ യഥാർത്ഥ സന്ധ്യ പ്രകാശത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. സന്ധ്യ തന്നെ യഥാർത്ഥത്തിൽ പ്രകാശത്തിന് വിടലിനും ഇടയിൽ ഒരു ഘട്ടമാണ്. സന്ധ്യ തന്നെ ഒരു പുസ്തകം ഇന്നലെ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ, അപ്പൊ അതൊരു ഒരു എഴുത്തുകാരി കൂടി പ്രകാശം പരത്തുന്ന, ദീപത്തനാഭന്റെ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അപ്പൊ പ്രകാശം പരത്തുന്ന ഒരു എഴുത്തുകാരിയായിട്ട് മാറാൻ കഴിയുന്നു. അതൊരു വലിയ സൗഭാഗ്യമാണ്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഒരു ശിശു അത്ഭുതം കൂറി നിൽക്കുന്നത് പോലെയാണ് ഇന്നലെ അവിടെ നിന്നത്. തീർച്ചയായും ഇതൊരു വലിയ പ്ലാറ്റ്ഫോം തന്നെ, പുതിയ എഴുത്തുകാർക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. നമ്മളിപ്പം ഓണത്തെ പറ്റിയും ബുക്ക് ഫെയറിനെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ഇനി ഞാൻ സാറിനോട് ഒരു MLA എന്ന നിലയിൽ, ഒരു പ്രവാസി എന്ന നിലയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രവാസി മലയാളികൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ടിക്കറ്റ് റേറ്റ് ഇവിടെ ഞങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ഒരു വലിയ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഈ സീസൺ ആയി കഴിയുമ്പോൾ നമ്മുടെ പോക്കറ്റ് കീറുന്ന രീതിയിലാണ് ഈ ടിക്കറ്റിന്റെ ചാർജ് വർദ്ധിക്കുന്നത്, കുത്തനെ അങ്ങ് വർദ്ധിക്കുകയാണ്. അപ്പൊ അതിന്റെ മേൽ എന്താണ് ഒരു MLA എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പ്രവാസികൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് എല്ലാ പ്രവാസികളെയും പ്രതിനിധീകരിച്ച് ഒരു സാധാരണ പ്രവാസി എന്ന നിലയിൽ ഞാൻ സാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഒരുപാട് കാലമായി ചർച്ച ചെയ്യുന്ന യഥാർത്ഥത്തിൽ പ്രവാസികൾ, പ്രത്യേകിച്ചും ഗൾഫിലുള്ള പ്രവാസികളുടെ ഒരു മഹാവ്യസനമാണ്. തീർച്ചയായും യഥാർത്ഥത്തിൽ നമ്മുടെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിലേക്ക് ആളുകൾ പോകുന്ന ഏറ്റവും തിരക്ക് കൂടുന്ന സമയത്ത് എത്ര കുത്തനെ നിരക്ക് കൂട്ടി പരമാവധി അവരെ ചൂഷണം ചെയ്യാം. അത് യഥാർത്ഥ വിമാന കമ്പനികൾ മത്സരിക്കുകയാണ്. ഞാൻ ആ നിയമസഭയുടെ പ്രവാസി കമ്മിറ്റിയിലെ അംഗമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. കേരള ഗവൺമെന്റിനും MLA മാർക്കും അസംബ്ലിക്കും ഇക്കാര്യത്തിൽ പരിമിതിയുണ്ട്. ഒരുപാട് തവണ നിയമസഭയുടെ തന്നെ, കേരള നിയമസഭയുടെ തന്നെ പ്രവാസി സമിതി ഇത് നമുക്ക് കേരള സർക്കാർ വഴി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി, വിമാന കമ്പനികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ ഇക്കാര്യം തീരുമാനമെടുക്കേണ്ട, ഇടപെടേണ്ട, വിമാന കമ്പനികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ട, നമ്മുടെ നാടിൻ്റെ സമ്പാദ്യം, നമ്മുടെ നാടിൻ്റെ സമ്പത്താണ് പ്രവാസികൾ എന്ന് പറയുമ്പോൾ തന്നെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല യഥാർത്ഥ കേന്ദ്ര സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെടുന്ന കുറേ കാലമായൊരു മുറവിളിയാണ്. പ്രവാസികളുടെ ഏത് സമ്മേളനങ്ങൾ നമ്മൾ ചെന്നാൽ അനുഭവിക്കുന്നതാണ്. അത് നമുക്ക് പക്ഷേ സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. നമുക്കതുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുക എന്നാണ് കഴിയുന്നത്. അത് എത്ര ഉച്ചത്തിൽ പറയാമോ, എത്ര ആവർത്തിച്ച് പറയാമോ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതിൽ മാറ്റം വരാനായിട്ട് നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ സാർ, നമ്മൾക്കറിയാം പ്രവാസികൾ എന്ന് പറയുന്നത് നാടിന്റെ നട്ടെല്ലാണ്, സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണാണെന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും പ്രവാസികൾ എല്ലായിടത്തും അവഗണിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രത്യേകിച്ചും പറയാനുള്ള ഈയിടെ ഞാനും അനുഭവിച്ചതാണ്. ഇപ്പൊ നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുന്നു, എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് ബോർഡിംഗ് പാസ് തന്നു കഴിഞ്ഞിട്ടാണ് എയർ ഇന്ത്യ, പലപ്പോഴും എയർ ഇന്ത്യയാണ് കൂടുതൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫ്ലൈറ്റ് ഇല്ല, നമുക്കൊരു ഇൻഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു എൻ്റെ മോനെയും കൊണ്ട് പോയി ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമായതുകൊണ്ടുകൂടി ഞാൻ ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനെപ്പറ്റി ഒരുപാട് റിപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചു. എൻ്റെ മോനെയും കൊണ്ട് ഞാൻ പോയി 4-5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് മൊമെന്റ് അവർ പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസലിന്. അപ്പം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ ഈ വിമാന കമ്പനികൾ പ്രവാസി മലയാളികളോട് ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക, ഒരു അവഗണന അല്ലെങ്കിൽ ഒന്നിനും ഒരു ഉറപ്പില്ലായ്മ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രവാസി മലയാളികൾ എല്ലായിടത്തും ഇങ്ങനെ അവഗണിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മളാണ് ഇവിടെ നയിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് പ്രവാസി മലയാളികൾ നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണാണ്. പക്ഷെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല, കേന്ദ്ര ഗവൺമെന്റ് ഇല്ല, സംസ്ഥാന സർക്കാരുകളില്ല, ആരുമില്ല. അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ. ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. ഇപ്പോൾ ഒരു MLA എന്ന നിലയ്ക്ക് സാറിന് ഇതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? അവസാനം പറഞ്ഞ കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. പ്രവാസികൾക്കൊപ്പം ആരുമില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനത്ത് നോർക്ക പോലൊരു സംവിധാനം രൂപീകരിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. നോർക്ക ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്കതിനെ നേരിട്ടറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയെ തിരിച്ചു കൊണ്ടുവരാൻ നോർക്ക വഴി ഇടപെടുന്നത്. ഇങ്ങനെയാണ് അവരെ തിരിച്ചു കൊണ്ടുപോയത്. നമ്മളവിടുത്തെ എംബസി വഴിയാണ് തിരിച്ചു കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ
കേരള ഗവൺമെന്റ്, ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, പക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത തരത്തിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നോർക്കയെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പം നോർക്കയിൽ നേരിട്ട് ഇടപെടുന്ന ഒരാളാണ്. എൻ്റെ മണ്ഡലത്തിൽ തന്നെ എത്രയോ ആളുകളാണ് ഇവിടെ വന്ന ഹൗസ് മെയ്ഡായിട്ട് വന്നിട്ടവർ, വിസ തട്ടിപ്പിന് ഇരയായവർ, ഇവിടെ നിയമസഹായം കിട്ടാത്തവർ, ഈ ഭാഷയിൽ ഇവിടെ വരുമ്പോൾ കേസിൽപ്പെട്ട് ജയിലിലടക്കപ്പെട്ടവർ, ഇവർക്ക് വേണ്ടി കഴിഞ്ഞ 3 വർഷം MLA നേതൃത്വത്തിൽ ഒരു 10ലേറെ ആളുകളെ സഹായിക്കാൻ നോർക്ക വഴി കഴിഞ്ഞിട്ടൊരാളാണ്. അപ്പോൾ പ്രവാസികൾക്കൊപ്പം ആരുമില്ല എന്ന് പറയുന്നതിനോട് വളരെ വിനയാന്വിതമായി ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ അത് ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനോടൊന്ന് വിയോജിക്കുകയാണ്. അപ്പോൾ എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് ഇനിയും ഒരുപാട് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതിലൊന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രവാസി നാട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ യാത്രയാണ്. പക്ഷേ 2 വർഷം കൂടുമ്പോഴേക്കായിരിക്കും അവർ വരുന്നത്. പല ആളുകളും ഈ വരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം അധ്വാനിച്ചിട്ടായിരിക്കും ഈ പണം ഉണ്ടാകുന്നത്. തീർച്ചയായും അപ്പൊ അവർക്കൊരു മികച്ച സൗകര്യങ്ങളുടെ ഒരു യാത്ര, സുരക്ഷിതമായ യാത്ര, അവരുടെ സമയം കൃത്യമായി, അതൊക്കെ യഥാർത്ഥത്തിൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. യഥാർത്ഥ വിമാന കമ്പനികൾ ഇക്കാര്യത്തിൽ അങ്ങേയറ്റം നന്നായി നടത്തുന്നവരുണ്ട്. പക്ഷെ എയർ ഇന്ത്യയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ നിരുത്തരവാദപരമായൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകണം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള നമ്മുടെ MP-മാർ അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ആളുകളാണ് തീർച്ചയായിട്ടും. പക്ഷെ എന്തുകൊണ്ടോ നമുക്കതിനൊരു സസ്റ്റൈനബിൾ ആയൊരു മോഡൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നു, പരിഹരിക്കപ്പെടുന്നു, അത് കഴിഞ്ഞ് പരിഹരിക്കുന്ന പോകുന്നതല്ലേ. സസ്റ്റൈനബിൾ ആയി പ്രവാസി യാത്ര ചെയ്യുമ്പോൾ അവർ നമ്മളെ സംരക്ഷിക്കുന്നവരാണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ അങ്ങ് തന്നെ പറഞ്ഞ പോലെ നട്ടെല്ലാണ്. അവർ വരുമ്പോൾ അവർക്ക് ഏറ്റവും മികച്ച സൗകര്യം കൊടുക്കണം എന്ന ഒരു റെസ്പോൺസിബിലിറ്റി വിമാന കമ്പനികൾക്ക് കൊടുക്കാൻ, അത് മാൻഡേറ്ററി ആക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങൾ കൂടി ഇടപെടൽ കഴിയുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ശ്രദ്ധയിൽ വരുത്തേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾക്കാവുന്ന തരത്തിൽ തീർച്ചയായിട്ടും ഇത് പറയാനും ശ്രദ്ധിക്കാനും ഇടപെടാനുമുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതാണ്. തീർച്ചയായും അത് കേൾക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. കാരണം ഞാൻ ഈ പറയുന്നത് സാധാരണ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ്. കാര്യം ഇവിടെ തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം പ്രവാസികളുണ്ട്. അവരാണ് യഥാർത്ഥ പ്രവാസികൾ. ഒരു വിഭാഗം ആൾക്കാർ കുടുംബമായി സന്തോഷമായി ജീവിക്കുന്നവരുണ്ട്. വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കും. അവർക്ക് സ്വന്തമായി എന്ന് പറയുന്ന ഒരു ഇരുമ്പ് കട്ടിലും ഒരു തലയിണയും മാത്രമേ ഉള്ളൂ. അവരെ ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും ഒന്നും ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു അത്യാവശ്യത്തിന് നാട്ടിൽ പോകണം, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ നാട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അത് വളരെ സങ്കടകരമാണ്. അവർക്ക് ആ സമയത്ത് ഈ വിമാന കമ്പനികൾ കാണിക്കുന്ന ഈ ഒരു സ്വഭാവ രീതികൾ, അവരുടെ ഈ ഒരു കുത്തനെയുള്ള നിരക്കുകൂട്ടലുകളൊക്കെ അവരെയാണ് ഏറ്റവും അധികം എഫക്ട് ചെയ്യുന്നത്. അതായത് താഴേക്കിടയിലുള്ള യഥാർത്ഥ പ്രവാസ ലോകത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും അങ്ങേ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത്. കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ഈ ചോദ്യവും ഇടപെടലും സഹായിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ സമ്മർദ്ദം ചെലുത്താം. തീർച്ചയായിട്ടും ആ ചോദ്യം അത് വന്നത് നന്നായി തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച സമയത്തിനിടയ്ക്കും നമ്മൾക്ക് വേണ്ടി കുറച്ച് അല്പസമയം തന്നതിന് സാറിന് ഒരുപാട് നന്ദി. പറയേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ചോദ്യങ്ങളിലൂടെ അതിനെല്ലാം ഉത്തരങ്ങളായി കൊണ്ടുവന്ന് തുടർന്നുള്ള ഇടപെടലുകൾക്കും വഴിയൊരുക്കുന്നതിന് എൻ്റെയും സന്തോഷം. താങ്ക് യു സോ മച്ച്.